ഇന്ത്യയിൽ ഒരു വർഷം എത്ര സർജറീസ് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? കണക്കുകൾ പ്രകാരം ഏകദേശം 30 മില്യൺ സർജറീസ് ആണ് ഒരു വർഷം നമ്മുടെ ഇന്ത്യയിൽ മാത്രം നടക്കുന്നത്. അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സർജറീസ് നടക്കുന്നുണ്ട്. ഗൈനക്കോളജിക്കൽ സർജറീസ്, ന്യൂറോളജിക്കൽ സർജറീസ്, ഓർത്തോപീഡിക് സർജറീസ്, സി സെക്ഷൻസ്. അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സി സെക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും സർജറീസിൽ നമുക്ക് ഓരോരോ സർജറീസിലും ഒരു കോർ ടീമായിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. ഡോക്ടേഴ്സ് കാണും, നഴ്സുമാർ കാണും, അതിനിടയിലുള്ള ഒരുപാട് ടെക്നോളജിസ്റ്റുകൾ കാണും. അതിന് ഇഷ്ടം പോലെ മെമ്പേഴ്സ് കൂടിയിട്ടാണ് ഈ ഒരു സർജറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സർജറീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ഒരു സർജറി ഗ്രൂപ്പിൽ ഒരു മെയിൻ മെമ്പർ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ഈ പറയുന്ന ഓപ്പറേഷൻ ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ. സോ അങ്ങനെ ഒരു സർജറി ഗ്രൂപ്പിലെ ഒരു മെയിൻ മെമ്പറാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റ്. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോഴ്സാണ് BSc OT and AT, അതായത് BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. ഇനി നമുക്ക് BSc OT and AT ഈ ഒരു ഫീൽഡിലുള്ളവർ മെയിനായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം നമ്മളൊരു സർജറിയെ പറ്റി കേൾക്കുക അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ സ്ട്രൈക്ക് ആവുന്ന വേറൊരു വാക്കാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ അനസ്തേഷ്യ നമ്മൾ സർജറി ഡേക്ക് ഒരു ദിവസം മുൻപായിട്ട് ഇപ്പോൾ അനസ്തേഷ്യയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ടീം വന്നിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. ഈ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, ആ ഫുഡ് കഴിക്കരുത്, ഇത്ര സമയത്തിന് ശേഷം ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ഒരു അനസ്തേഷ്യ ടീമിൽ ഡോക്ടറിന് തൊട്ട് താഴെയായിട്ട് ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവരായിരിക്കും നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നത്. അത് ഈ അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ് ആണ്. അതുപോലെ ഇപ്പൊ നമ്മൾ പിറ്റേ ദിവസം നമുക്ക് സർജറി എത്തി, ആ സർജറിയുടെ ദിവസം ഈ പേഷ്യന്റിനെ സെറ്റപ്പ് ചെയ്യുന്നതായിക്കോട്ടെ, അതുപോലെ അനസ്തേഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയാലും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതും, സർജറി മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും അനസ്തേഷ്യയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലും അസിസ്റ്റ് ചെയ്യുന്ന ആള്. അതുപോലെ നെക്സ്റ്റ് നമ്മളിപ്പം സർജറിക്ക് ശേഷവും പേഷ്യന്റിന് സപ്പോർട്ട് കൊടുക്കും. സോ സർജറിക്ക് മുമ്പായിട്ടും അതിന് ശേഷവും പേഷ്യന്റിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. സോ ഇതിന് ശേഷം നമ്മൾ സർജറിക്ക് ശേഷം നമുക്ക് പേഷ്യന്റിനെ ഈവൻ അനസ്തേഷ്യയിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യണ്ടേ, ആ ഒരു സ്റ്റേജ് വരെ ആ പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്ത് ഫൈനലായിട്ട് നമ്മൾ ആ സർജറി റൂമിൽ നിന്ന് ഇറങ്ങുന്നിടം വരെയുള്ള ഡ്യൂട്ടീസാണ് ഈ OT and AT സ്റ്റാഫുകൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ഫീൽഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കോഴ്സാണ് ഈ BSc OT and AT. ഇതൊരു 4 ഇയർ UG പ്രോഗ്രാം ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിത്ത് 50% മാർക്കാണ് എലിജിബിലിറ്റി വരുന്നത്. ഈ ഒരു കോഴ്സിന് നിലവിൽ ഇതുവരെ ഒരു സെൻട്രലൈസ്ഡ് എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല. ഒരു മെറിറ്റ് ബേസ്ഡ് ആയിട്ടാണ് ഇപ്പോഴും അഡ്മിഷൻസ് നടക്കുന്നത്. അതായത് +2ന്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻസ് നടക്കുന്നത്. ഇനി നമ്മൾ ക്യാമ്പസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട്. ഏത് കോളേജാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ കോളേജിന് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉറപ്പുവരുത്തുക. ഹോസ്പിറ്റൽ ഫെസിലിറ്റി മാത്രമല്ല, അവിടെ സർജറീസ് നടക്കുന്നുണ്ട്, അതായത് നല്ല നല്ല സർജറീസ് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം നോർമലി നഴ്സിംഗ് പഠിക്കുന്ന പോലെ അല്ല ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സ്. കാരണം ഇത് ഒരുപാട് ഹാൻഡ്സ് ഓൺ, അതായത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻസും ക്ലിനിക്കൽ റൊട്ടേഷൻസും ഉറപ്പായിട്ടും കിട്ടിയാൽ മാത്രമേ വൺസ് നിങ്ങൾ പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ആ എക്സ്പോഷറോട് കൂടി നല്ലൊരു ഹോസ്പിറ്റൽ പ്ലേസ്മെന്റ് കിട്ടുള്ളൂ. സോ മാക്സിമം കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കോഴ്സിന് അനുയോജ്യമായിട്ടുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. ജോലി സാധ്യത നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലായിക്കോട്ടെ എബ്രോഡ് ആയിക്കോട്ടെ ഒരുപാട് ജോലി സാധ്യതകൾ വരുന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് BSc OT and AT. ഇനി ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടും അതുപോലെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് കോളേജസ് സെലക്ട് ചെയ്യാനും എവിടേക്കാണ് കോളേജസ് ഉള്ളതെന്ന് അറിയാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ദിസ് ഇസ് ഡോക്ടർ ഫൗസിയ അഹമ്മദ് സൈനിങ് ഓഫ്.